പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളെ ഞെരുക്കിക്കൊന്ന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വളമാക്കുന്നതായിരുന്നു UDF സർക്കാരിന്റെ സാമ്പത്തിക നയം. KSFE പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ കെടുകാര്യസ്ഥതയുടെയും അവഗണനയുടെയും പടുകുഴിയിലേക്ക് തള്ളിവിട്ടു. ചിട്ടിത്തുക മനഃപൂർവ്വം വൈകിച്ചതിന് ഉപഭോക്തൃ കോടതി 50,000 രൂപ പിഴയിട്ടതും നിയമപ്രതിസന്ധികളിൽ നിന്ന് സ്ഥാപനത്തെ രക്ഷിക്കാൻ നടപടിയെടുക്കാത്തതും അന്നത്തെ അനാസ്ഥയുടെ തെളിവാണ്. 2015-16 28,960 കോടി രൂപയായിരുന്നു KSFEയുടെ വിറ്റുവരവ്. ലാഭം വെറും 35.87 കോടി രൂപ മാത്രം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഈ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ ലഭിച്ചു. പൊതുമേഖലയെ സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തി പ്രകടമായി. KSFEയുടെ വാർഷിക വിറ്റുവരവ് 3 ഇരട്ടിയായി വർദ്ധിച്ച് 1 ലക്ഷം കോടി കടന്നു. നികുതി കഴിഞ്ഞുള്ള ലാഭം 404.10 കോടി രൂപയായി വർദ്ധിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്തി 3 ഇരട്ടിയായി വർദ്ധിച്ചു. കേരള ബാങ്ക് രൂപീകരിച്ച് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി. 5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കായി 10,419 കോടി രൂപ വിതരണം ചെയ്ത് കേരള ബാങ്ക് സഹകരണ മേഖലയിൽ റെക്കോർഡ് സൃഷ്ടിച്ചു. പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കാൻ UDF ശ്രമിച്ചപ്പോൾ അവയെ ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് വേണ്ടി വളർത്തുകയായിരുന്നു ഇടതുപക്ഷ സർക്കാർ.